ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതിൽ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അധികം മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല ഒരു മന്തി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് കഴുകിയിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ഒരു 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയും ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കൈവച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് പ്രത്യേകം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് 70% വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് അതുപോലെ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ ഒരു പച്ചനാരങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തോട്ടെ. എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ടിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 70% അരി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അരി ഇവിടെ 70% വെന്തിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്ത് നമുക്കിത് കുക്കറിലൊന്നും ഒരു വിസിലടിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു 70% വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ തയ്യാറാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ഇനി നമുക്ക് റൈസ് ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 പച്ചമുളക് ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ചെറു തീയിലിട്ടൊന്ന് വിസിലടിച്ചെടുക്കാം. ഇവിടെ ഒരു വിസിൽ അടിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിർബന്ധമല്ല. ഇനി നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.